കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ പ്രോജക്റ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 64 ഒഴിവുകളാണുള്ളത്. ഇത് കരാർ അടിസ്ഥാനത്തിൽ, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്കായിരിക്കും നിയമനം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2024 ജൂൺ 24 മുതൽ ജൂലൈ 17 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം അവരുടെ വെബ്സൈറ്റായ https:/kochinshipyard.in/ എന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സൈറ്റ് നോക്കിയാൽ ഓരോ പോസ്റ്റിനും എത്ര വേക്കൻസികളുണ്ട്, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഈ സൈറ്റ് വഴി തന്നെ വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 30 വയസ്സാണ്. ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ 60% മാർക്കോടെ ബിരുദം നേടുകയും അതിനുശേഷം 2 വർഷത്തെ മിനിമം പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ മെക്കാനിക്കൽ ട്രേഡിലേക്കുള്ള വേക്കൻസികൾക്കാണ് മെക്കാനിക്കലുകാർക്ക് അപേക്ഷിക്കാൻ കഴിയുക. പല ട്രേഡിലേക്കുള്ള വേക്കൻസികൾ ഡിഫറൻ്റ് ആണ്. ആകെയുള്ള വേക്കൻസികളാണ് 64 എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 700 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/STക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് കൊടുക്കേണ്ടതില്ല. ബാക്കി എല്ലാവരും 700 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ശമ്പളം പറഞ്ഞിട്ടുള്ള 1-ാമത്തെ വർഷം 37,000 രൂപയും 2-ാമത്തെ വർഷം 38,000 രൂപയും 3-ാമത്തെ വർഷം 40,000 രൂപയും ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പ്രതിമാസം എക്സ്ട്രാ വർക്ക് നിങ്ങൾ കോമ്പൻസേഷൻ ചെയ്യുകയാണെങ്കിൽ കോമ്പൻസേഷനായിട്ട് 3,000 രൂപയും ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ജൂലൈ 17 മുമ്പ് ഓൺലൈനായിട്ട് വേണം ഇതിന് അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. https:/kochinshipyard.in/ എന്ന വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. കേരളത്തിലായിരിക്കും ജോലി എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ അവസരം താല്പര്യമുള്ളവരൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.